ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. അവർ ബദ്ധപ്പെട്ട് വേഗത്തിൽ വരും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. അടുത്ത് വീണ്ടും അതിന് തൊട്ട് മുമ്പ് ഉള്ള ഭാഗം വായിച്ചാൽ കുറച്ചുകൂടി ലളിതമായിരിക്കും. 25-ാം വാക്യം മുതൽ. അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും. ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ പാവം നിമിത്തം അവന്റെ നേരെ ജ്വലിക്കും. അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. ദൈവം അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ഇതെല്ലാമായിട്ടും ദൈവത്തിന്റെ കോപം അടങ്ങുന്നില്ല, അവന്റെ കൈ അവരുടെ നേരെ നീട്ടിയിരിക്കും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കോപം വരുന്നത് മനുഷ്യന്റെ പാപം മൂലമാണ്. ആദിമകാലത്ത് നോഹയുടെ കാലത്ത് ദൈവകോപം ജനത്തിന്റെ മേൽ വന്നു. ദൈവകോപം കാരണം മനുഷ്യർ പാവികളായി തീർന്നുപോയി. എത്രമാത്രം അനുഗ്രഹങ്ങളെക്കുറിച്ച് ലഭിച്ചിട്ടും അവർ പാവികളായി തീർന്നു. വഷളത്വത്തിലേക്ക് ഹീനമായ ജീവിതത്തിലേക്ക് പോയി. ഇമ്മൊറാലിറ്റി, അസാൻമാർഗീയത്വം അവിടെ നടമാടി. അശുദ്ധി ദേശത്തെല്ലാം പരന്നു. അവിടെ സ്ത്രീജനങ്ങളും പുരുഷന്മാരും അവർ ഏറ്റവും ഹീനമായ ജീവിതത്തിലേക്ക് വഴിതെറ്റിപ്പോയി. തിന്മയും അശുദ്ധിയും അക്രമവും ഭിന്നതയും എല്ലാം വളർന്നു വന്നപ്പോൾ ആ ദേശത്ത് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ഭൂമി അശുദ്ധി കൊണ്ട് വഷളായിപ്പോയി. മനുഷ്യൻ്റെ അശുദ്ധി കൊണ്ട് വഷളായിപ്പോയി. ഭൂമി വഷളായിപ്പോയി. വഷളെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്നാൽ അന്ന് ജീവനുള്ള ദൈവം തീരുമാനിച്ചു ഈ ഭൂമിയെ കഴുകിയെടുക്കണമെന്ന്, ഭൂമിയെ മുഴുവൻ കഴുകിയെടുക്കണമെന്ന്. അങ്ങനെയാണ് ദൈവം ജലപ്രളയം അയച്ചത്. ജലപ്രളയം ഒന്നും യാദൃശ്യമല്ല, എല്ലാം കഴുകിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുകയായിരുന്നു. ഒരു വിശുദ്ധ തലമുറ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുകയായിരുന്നു. വിശ്വാസികളുടെ കൂട്ടം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുകയായിരുന്നു. ഈ ഭൂമിയെ മുഴുവൻ കഴുകിയെടുക്കുവാൻ വേണ്ടി ജലപ്രളയം അയച്ചു. ജലപ്രളയം. പക്ഷേ ഈ വലിയ പ്രളയം വരുന്നതിന് മുൻപ് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. എന്താണ് മുന്നറിയിപ്പ്? ഇവിടെ ഈ ഭൂമിയിൽ മഴ പെയ്യും. മഴയെന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ, ജനത്തിന് അറിഞ്ഞുകൂടാ. നോഹ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ മഴ പെയ്യും? ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകും. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴവെള്ളം ദുരിത വീണുകൊണ്ടിരിക്കും. ഈ ഭൂമിയിൽ നിന്ന് ഉണങ്ങിക്കിടക്കുന്ന ഭൂമി വെള്ളം കൊണ്ട് മെത്തും. ഈ ഭൂമിയിൽ എല്ലായിടവും വെള്ളത്തിനടിയിലാകും. സമുദ്രവും ഭൂമിയും വേർതിരിച്ച് കാണാൻ പറ്റാത്ത വിധത്തിൽ എല്ലായിടത്തും വെള്ളം നിറയും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പോംവഴി പറഞ്ഞു തരാം. ദൈവം അങ്ങനെ ഒരു കരുണ കാണിച്ചിട്ടുണ്ട്. ഒരു പോംവഴിയുണ്ട്. ഞാനൊരു പെട്ടകം എഴുതുകൊണ്ടിരിക്കുകയാണ്. ദൈവകൽപ്പന പ്രകാരമാണ് പെട്ടകം പണിയുന്നത്. ഈ പെട്ടകത്തിലേക്ക് നിങ്ങൾ കയറിക്കൊള്ളുവീൻ. നോഹ ജനത്തെ ആഹ്വാനം ചെയ്തു. ജനം ഒട്ടും വിശ്വസിച്ചില്ല. കാരണം മഴയെന്നുള്ള ഒരു കാര്യം ഇതുവരെയും കണ്ടിട്ടില്ല. ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. അതുവരെയും മഴ പെയ്തിട്ടില്ല. അപ്പോഴാണ് നോഹ പറയുന്നത്, അതുവരെയും കാണാത്ത കാര്യത്തെക്കുറിച്ചാണ് നോഹ പറയുന്നത്. ഭൂമിയിൽ മഴ പെയ്യും. മഴയെന്ന ഒരു അത്ഭുത കാര്യം നിങ്ങൾ കാണാൻ സാധിക്കും. ഭൂമിയിൽ വെള്ളം നിറയും. നിങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ മരിച്ചു പോകും. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. നോഹയ്ക്ക് ദൈവത്തിന് കൽപ്പന ലഭിച്ചു. നോഹ അത് വിളിച്ചു പറഞ്ഞു. 120 കൊല്ലം നോഹ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരേ കാര്യം തന്നെ. നോഹ പറഞ്ഞത് കേട്ട് കൂട്ടാക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ തയ്യാറായി. പെട്ടതിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. സിംഹം കയറുന്നു, പുള്ളിപ്പുലി കയറുന്നു, കടുവ കയറുന്നു, കരടി കയറുന്നു, ചെന്നായി കയറുന്നു, കൂടെ ആട്ടിൻകുട്ടി കയറുന്നു, മാൻപേടകൾ കയറുന്നു. പരസ്പരം വൈരാഗ്യമുള്ള, പരസ്പരം വിരുദ്ധതയുള്ള ജീവികളിനകത്തേക്ക് കടന്നു. അവിടെ വഴക്കില്ല. പെട്ടെന്ന് പുറത്താണെങ്കിൽ ചെന്നായ മാൻകുട്ടിയെ കടിച്ചു കയറും, ആട്ടിൻകുട്ടിയെ കടിച്ചു കയറും പുറത്താണെങ്കിൽ. പക്ഷേ പെട്ടെന്ന് അത് കയറിയാലോ പിന്നെ അവിടെ വഴക്കില്ല. അവരെല്ലാം ഒരുമിച്ച് കഴിയുകയാണ്. പക്ഷേ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ മാത്രം ചിന്തിച്ചു, ഇങ്ങനൊരു കാര്യം നടക്കുമോ? ആര് പറയുന്നത്? ഇതൊക്കെ ആർക്ക് വിശ്വസിക്കാൻ പറ്റും? എന്തോ മണ്ടത്തരമാണിത്. വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ സ്വയം ബുദ്ധി കൊണ്ട് ആലോചിച്ചു. ഫലമോ അവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ദൈവം പറഞ്ഞ സമയത്ത് തന്നെ മഴവെള്ളം പെയ്യാൻ തുടങ്ങി. 7 ദിവസം ദൈവം കാത്തിരുന്നു.
പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതിന് ശേഷം ജനം എന്ത് ചെയ്യും, നോഹ പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞുകൊണ്ട് ജനം പുച്ഛിച്ചുകൊണ്ടിരുന്നു. ദിവസം 1 കഴിഞ്ഞു, മഴ പെയ്യുന്നില്ല. 2 കഴിഞ്ഞു, മഴ പെയ്യുന്നില്ല. ആളുകളെല്ലാം നാൽക്കവലകളിലും എല്ലാവരും സംസാരമായി. ആ കാരണവർ പറഞ്ഞത് ഒരു മണ്ടത്തരം കണ്ടില്ലേ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് എന്തായി, ദിവസം 1, 2, 3, 4, 5, 6, 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ആകാശത്ത് നിന്ന് മഴവെള്ളം താഴെ ഭൂമിയിലേക്ക് പെയ്യുന്നു. ഇതെന്തൊരു അത്ഭുതം, കണ്ടിട്ടില്ല ഇതുവരെ. മഴവെള്ളം ഭൂമിയിലേക്ക് പെയ്യുന്നു. വെള്ളം ഭൂമിയിലേക്ക് പെയ്ത് ഭൂമി നിറയുന്നു. വീടുകൾ കയറി പറ്റിയവരെ വീടുകൾ ഉള്ളിലേക്ക് പെയ്യുന്നു. വീടിനകത്തേക്കും വെള്ളം കയറുന്നു. മരത്തലപ്പുകളിലേക്ക് കയറുന്നു. മരത്തലപ്പുകളിൽ വെള്ളം നിറയുന്നു. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു. ഈ വെള്ളത്തിൽ തുടിച്ച് നീന്തി അവർ, ഈ പാവപ്പെട്ടവർ, ആശാരിമാർ ഉൾപ്പെടെ അവരെല്ലാവരും ചെന്ന് പെട്ടകത്തിൻ്റെ അടുത്ത് ചെന്ന് നോഹയെ വിളിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരണമേ. നോഹ വിളിച്ചു പറഞ്ഞു, എനിക്ക് തുറക്കാൻ അധികാരമില്ല. ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ജീവനുള്ള ദൈവമാണ്. നിങ്ങൾക്ക് വചനം തരാൻ ഏൽപ്പിച്ച ദൈവം തന്നെയാണ് ഇത് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ദൈവം അടച്ചു, ഇനി ആർക്ക് തുറക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ആ ജനങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിത്താണ് പോയി. എല്ലാവരും കൂട്ടത്തോടുള്ള മരണമായിരുന്നു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിറ്റ്ജി പറഞ്ഞത് ഒരു അച്ഛൻ മകൾക്കയച്ച് കഴുത്തുകൾ എന്ന പേരിൽ മലയാളത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ പ്രളയം ഉണ്ടായി എന്നാണ്. ആ പ്രളയത്തിന് ശേഷമാണ് മെഡിറ്ററേനിയൻ കടൽ ഉണ്ടായതെന്ന്. ആഫ്രിക്കയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന മെഡിറ്ററേനിയൻ സീ ഉണ്ടായത് ഈ വലിയ ജലപ്രളയത്തിന് ശേഷമാണ്. അന്ന് വലിയ ജലപ്രളയം ഉണ്ടായി, ഭൂമിയെ മുഴുവൻ കഴുകിയെടുക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുവീനെന്ന്. രക്ഷപ്പെടുവാൻ അവസരം ഒരുക്കി. യെശയ്യാ പ്രവാചകനോട് പറയുന്നത് ഈ കൊടി എന്തിനെ കാണിക്കുന്നു? ദൈവകോപത്തിൻ്റെ കൊടിയാണ്, ന്യായവിധിയുടെ കൊടിയാണ്, ന്യായവിധിയുടെ കൊടി. ആ വാക്യങ്ങൾ ഒന്നുകൂടി വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. 25-ാം വാക്യം മുതൽ. അത് നിമിത്തം യഹോവയുടെ കോപം തൻ്റെ ജനത്തിൻ്റെ നേരെ ജ്വലിക്കും. അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥികളുടെ നടുവിൽ ചവറുപോലെ ആയിത്തീരുകയും ചെയ്യും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ, ഇതെല്ലാം ഇങ്ങനെ ആപത്തുകൾ അനർത്ഥങ്ങളെല്ലാം വന്നിട്ട് ദൈവത്തിന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദൈവത്തിന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി, ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി, ജാതികൾക്ക് നേരെ ഒരു കൊടി ഉയർത്തി, ന്യായവിധിയുടെ കൊടി ഉയർത്തി. ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂളകുത്തി വിളിക്കും. എല്ലാവരെയും ചൂളകുത്തി വിളിക്കും. എല്ലാവരും വരികയാണ് വലിയൊരു നാശത്തിന് വേണ്ടി, വലിയൊരു അനർത്ഥത്തിന് വേണ്ടി. ന്യായവിധി ദിവസത്തേക്ക്, ന്യായവിസ്താര സ്ഥലത്തേക്ക് എല്ലാവരെയും ചൂളകുത്തി വിളിക്കുകയാണ്. എല്ലാവരെയും വിളിക്കുകയാണ് ന്യായവിധിയിലേക്ക്. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, ആബാലവൃത്തം എല്ലാവരും വന്നു ചേരുമെന്ന്. ന്യായാസനത്തിലേക്ക് ആബാലവൃത്തം, ബാലന്മാരും വൃത്തന്മാരും എല്ലാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. നിത്യനായ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ഭൂമിയും പോയി, ആകാശവും പോയി, എല്ലാം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. ഇന്നത്തെ ആകാശത്തെയും ഭൂമിയെയും പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. മരിച്ചുപോയവര് ആബാലവൃദ്ധം സിംഹാസനത്തിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങൾ എഴുതിയിരുന്നത്തോണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രത്തിൽ വെച്ച് മരിച്ചുപോയവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. പ്രവൃത്തി എങ്ങനെ അറിയും? പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. പുസ്തകങ്ങളിൽ, സ്മരണയുടെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം നിത്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. സ്നേഹിതരെ, നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ ഓരോ ചലനവും പ്രത്യേകിച്ച് ആരും എഴുതി വയ്ക്കേണ്ട, അവിടെ റെക്കോർഡാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോ ചലനവും, ഓരോ വാക്കും, ഓരോ നോക്കും, ഓരോ പെരുമാറ്റവും പുസ്തകങ്ങൾ തുറന്നാണ്. അനേകം പുസ്തകങ്ങളുണ്ട്. ഓർമ്മയുടെ പുസ്തകങ്ങൾ തുറന്നു. പിന്നെ വേറൊരു പുസ്തകമുണ്ട്, ജീവൻ്റെ പുസ്തകം, മറ്റൊരു പുസ്തകം തുറന്നു. ഓരോരുത്തരും അവൻ്റെ പുസ്തകങ്ങൾ എഴുതിയിരുന്നിടത്തോണം ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളഞ്ഞു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും
തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവന്റെ പുസ്തകത്തിലേക്ക് നോക്കി പേരിലുള്ളവർ മാത്രം അകത്തേക്ക് എടുക്കുന്നു, അല്ലാത്തവരെല്ലാം തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെയൊക്കെ തോന്നും. ബുദ്ധിയിൽ വിശകലനം ചെയ്താൽ മനസ്സിലാവുകയില്ല. ആത്മീയ കാര്യങ്ങൾ ബുദ്ധിയിൽ എങ്ങനെ വിശകലനം ചെയ്യും? സ്വന്തം കണ്ണുപോലും നമുക്ക് കാണാൻ പാടില്ല. സ്വന്തം കണ്ണിലേക്ക് നോക്കാൻ പറ്റുമോ? മറ്റുള്ള കണ്ണിലേക്ക് നോക്കാം. എനിക്ക് കണ്ണാടി മുമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ കണ്ണ് കാണാം, പക്ഷേ എനിക്ക് സ്വയം എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ പറ്റുകയില്ല. എല്ലാം കാണുന്നവൻ, എല്ലാം നോക്കുന്നവൻ, എല്ലാം കാണുന്നവനായ കർത്താവായ യേശു ക്രിസ്തു എല്ലാം കണ്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നു, രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇതറിയാവുന്നതുകൊണ്ടാണ്, ഈ ന്യായവിധിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പൂർവ്വിക പിതാക്കന്മാർ പാടിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗീതമാണത്. നീതിയിൽ വിധി ചെയ്യൂ നീതിയിൽ വിധി ചെയ്യൂ ലഹീനത നീക്കി കർത്താവേ, ന്യായവിസ്താര ദിവസത്തിൽ എന്നോട് കരുണ ചെയ്യണമേ. ന്യായവിസ്താര ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇന്ന് നമുക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, ജോലിയുണ്ട്, വരുമാനമുണ്ട്, വീടുണ്ട്, ഒരു കുടുംബമുണ്ട്. ശരി, അതില്ലെങ്കിൽ പോകട്ടെ, വാഴ വീട്ടിലാണ് കിടക്കുന്നത്. അതല്ലെങ്കിൽ വരുമാനമൊന്നും ഇല്ല, അർത്ഥപഠനക്കാരാണ്. ശരി, എന്നാൽ പോലും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ജീവിതം കഴിഞ്ഞൊരു ദിവസം നാം മരിക്കും. മരിച്ചു കഴിഞ്ഞ് പിന്നെ ഇതാ അടുത്ത് വരാൻ പോകുന്നു ഒരു ന്യായവിധി. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ബാലൻ മുതൽ വൃദ്ധൻ വരെ എല്ലാവരും, മരിച്ചവരെല്ലാം വന്നു ചേരുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഓരോരുത്തരുടെ പേരിലുള്ളതായ ചാർജസ് വായിച്ച് കേൾപ്പിക്കും, ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ചാർജുകളുണ്ട്. പല തെറ്റുകൾ വന്നിട്ടുണ്ട്, പല തെറ്റുകൾ. ഒരുപക്ഷെ ആരെയെങ്കിലും പരിഹസിച്ചതായിരിക്കാം, അധ്യാപകരെ പരിഹസിച്ചതായിരിക്കാം, മാതാപിതാക്കളെ പരിഹസിച്ചതായിരിക്കാം, അപ്പനെയോ അമ്മയോ തുച്ഛീകരിച്ചതായിരിക്കാം, അപ്പനോടോ അമ്മയോടോ മിണ്ടാതെ വഴക്കെടുത്ത് നിൽക്കുന്നതായിരിക്കാം, ഭർത്താവിന് കീഴ്പ്പെടാതെ അനുസരണമില്ലാതെ നടന്നതായിരിക്കാം, ഭാര്യയെ സ്നേഹിക്കാതെ ആ സ്ത്രീയെ ദ്രോഹിച്ചതായിരിക്കാം. ഓരോരോ തെറ്റുകൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ സ്വന്തം പഠിത്തം നോക്കാതെ അവർ ഉഴപ്പി നടക്കുകയും വെറുതെ ജീവിതം തുലച്ചു കളയുകയും ചെയ്യുന്നുള്ളവരായിരിക്കാം. ഇതെല്ലാം ഇന്നിവിടെ നടക്കും. എല്ലാം അന്ന് അവിടെ ന്യായവിസ്താര ദിവസം എല്ലാം വായിച്ച് കേൾപ്പിക്കും. പ്രിയപ്പെട്ടവർ, എല്ലാം വായിച്ച് കേൾപ്പിക്കും. അന്ന് മറുപടി പറയാനൊന്നുമില്ല, ഒന്നും മറുപടി പറയാൻ സാധിക്കുകയില്ല, മിണ്ടടങ്ങിപ്പോകും. അതിനെക്കുറിച്ചാണ് പിതാക്കന്മാർ പാടിയത്. ദുഷ്ടന്മാരിൽ കാരുണ്യം പൂണ്ടോനെ, കാരുണ്യം ചെയ്യ തീർപ്പിൻ ദുഃഖം പൂണ്ടോ നിൻവാതിൽ മൂട്ടുന്നു, കാരുണ്യത്താൽ നൽകണം യാചനയെ, സ്വർഗസ്ഥൻ താതാ പ്രാർത്ഥിക്കുന്നയ്യോ, കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. വിണ്ണവർദ്ധൻ നാഥമേ, കൈക്കൊണ്ടി കർമ്മം കാരുണ്യം ചെയ്യുക. സ്തോത്രം. പിതാക്കന്മാർക്ക് അതെല്ലാം അറിയാമായിരുന്നു. അന്നുള്ള പിതാക്കന്മാർക്ക് അവർ വിശുദ്ധന്മാരായിരുന്നു. ഇന്നുള്ള പിതാക്കന്മാർ അവർ മഹാജ്ഞാനികളായിരുന്നു. അന്നുള്ള പിതാക്കന്മാർ ഭക്തരായിരുന്നു. അവർക്ക് ഇതൊക്കെ അറിയാമായിരുന്നു. ഇന്ന് നിർഭാഗ്യവശാൽ പലർക്കും ഇന്ന് അറിഞ്ഞുകൂടാ, പോകട്ടെ, അത് നമ്മുടെ ചിന്താ വിഷയമല്ലല്ലോ. അന്നത്തെ പിതാക്കന്മാർ ഇതെല്ലാം എഴുതി വെച്ചിരുന്നു. ഭാഗ്യം, ഇങ്ങനെയൊരു വലിയ സ്വത്ത് ഉണ്ട് എന്നുള്ളത്, വലിയ വിശ്വാസത്തിൻ്റെ സ്വത്തുണ്ടായി എന്നുള്ളത് അന്നത്തെ പിതാക്കന്മാർ എഴുതി വെച്ചിരുന്നതുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നു. ന്യായാധിപതേ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്നിരുമയും രക്തവുമോർത്തന്മേൽ കൃപ ചെയ്യുക. സ്നേഹാക്ഷിവായൂപ്പി പിഴമോക്കി നിന്മേരുതിരങ്ങൾ ഇതമൊടു കരുണാമയ ഈശോ
മമ നൽകുക മുക്തി. ന്യായാധിപതിയായ കർത്താവേ, നിന്റെ ന്യായവിസ്താര ദിവസത്തിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. മോചനത്തിന് യോഗ്യതയില്ല, എനിക്ക് മോചനത്തിന് യാതൊരു യോഗ്യതയും അർഹതയില്ല. എങ്കിലും നിൻ്റെ തിരുശരീരവും തിരുരക്തവും എന്നിൽ ഇരിക്കുന്നതുകൊണ്ട് കർത്താവേ, എന്നോട് മനസ്സലിഞ്ഞ് തിരുശരക്തങ്ങളിൽ എന്നിൽ ഇരിക്കുന്നതുകൊണ്ട് നിൻ്റെ തന്നുരുധിരങ്ങളാൽ തിരുശരീരക്തങ്ങളാൽ എനിക്ക് നീ മോചനം തരണമേ. മമ നൽകുക മുക്തി, എനിക്ക് മോചനം തരണമേ, എനിക്ക് മുക്തി തരണമേ. ദൈവത്തിന് സ്തോത്രം. ഒരു ന്യായവിധിയുണ്ട് സഹോദരങ്ങളെ, സംശയിക്കേണ്ട ഒരു ന്യായവിധിയുണ്ട്. ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളിത് അനുഭവിക്കും, നേരിട്ട് അനുഭവിക്കും. എനിക്ക് നല്ല നല്ല കൃത്യമായി ഉറപ്പോടെ ഞാൻ പറയുന്നത്, നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോൾ മിക്കവാറും ചിലപ്പോൾ നിങ്ങൾ ബോധം കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ വായു വിളിച്ചുകൊണ്ട് കിടക്കുകയായിരിക്കും. മരിക്കാൻ കിടക്കുമ്പോൾ അടുക്കളവർ വന്ന് പേര് വിളിക്കും, മിണ്ടുന്നില്ല, കാരണം ബോധം മറഞ്ഞുപോയി എന്നറിയാം. പക്ഷേ ബോധം മറഞ്ഞു പോയിട്ടില്ല. ആ സമയത്ത് അവിടെ ചില കാഴ്ചകൾ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. മരിക്കുന്നയാൾ ചില കാഴ്ചകൾ, എന്താ തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ ഓരോരോ പാപങ്ങൾ, ഓരോരോ അകൃത്യങ്ങളെല്ലാം, അയ്യോ, ഓരോ സമയത്തു നിന്ന് പോയ പാപങ്ങളിൽ അപ്പോൾ കാണുകയാണ്. മറന്നുപോയതും ഓർമ്മയിൽ കിട്ടാത്തതും ഏറ്റു പറഞ്ഞതും ഏറ്റു പറയാത്തതും എല്ലാം തെളിഞ്ഞു വരുന്നു. അപ്പോൾ പേടിച്ചു പോകുന്നു, ഭയന്നു പോകുന്നു. പിശാചുക്കൾ വന്ന് ചേർന്ന് നിൽക്കുന്നു. ഈ ആത്മാവിനെ അപഹരിച്ചുകൊണ്ട് പോകാനായിട്ട് പിശാചുക്കൾ നിൽക്കുന്നു, ദുരാത്മാക്കൾ നിൽക്കുന്നു. അപ്പോഴാണ് ചിലപ്പോൾ ആക്രോശിക്കുകയും പേടിപ്പെടുത്തുന്ന വാക്കുകൾ പറയുകയും അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യുന്നത്. അതെല്ലാം കാണുമ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ വിചാരിക്കും ഏതോ പ്രയാസം കൂടുകയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ ഘോരമായ പാവങ്ങളൊക്കെയും നിരന്നു നിൽക്കുന്നു. ഓരോ പാവവും കാണും, അയ്യോ ഇതൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, ഇനി ഞാൻ എന്തു വേണ്ടു, ഇതെല്ലാം മോചനം കിട്ടേണ്ടതായ സമയം കഴിഞ്ഞു പോയല്ലോ, ലേറ്റായിപ്പോയല്ലോ, അയ്യോ ഞാൻ അനുഭവിക്കാൻ ലേറ്റായി പോയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇബ്രാഹിം 9:28. ഒരിക്കൽ മരിക്കും, ഒരു ദിവസം മരിക്കും, പിന്നെയോ പിന്നെ ന്യായവിധി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. അപ്പോയിൻറ്റഡ് ആണ്. ഒരിക്കൽ മരണം അപ്പോയിൻറ്റഡ് ആണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ന്യായവിധി, മരണം കഴിഞ്ഞാൽ ന്യായവിധി. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. ഇത്ര ഗൗരവമേറിയ ശാസനയാണത്. മുഖപക്ഷമില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പത്രോസിലെ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന നിത്യനായ ദൈവത്തിന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു ദിവസം കണക്ക് നോക്കും, അക്കൗണ്ട് നോക്കുന്നൊരു ദിവസമുണ്ട്, ന്യായവിസ്താര ദിവസം. കണക്ക് നോക്കും, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിക്കാം. റോമർ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. ഇന്ന് കൃപയുടെ കാലമാണ്. ഇന്ന് കൃപാസനം ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് കൃപയുടെ നാഥൻ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇന്ന് ഏത് പാപിക്കും അടുത്തു വരാം. അവൻ്റെ പാപങ്ങൾ അവൻ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ പാപത്തെയോർത്ത് അനുഭവിച്ചുകൊണ്ട് എണ്ണി പറഞ്ഞുകൊണ്ട് കർത്താവിന് മുമ്പിലേക്ക് ചെല്ലാം. അപ്പോൾ ആ പാപത്തിൻ്റെ ലിസ്റ്റ് കർത്താവിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ആ ലിസ്റ്റ് കർത്താവിൻ്റെ കയ്യിലുണ്ട്. പാപങ്ങളുടെ അകൃത്യങ്ങളുടെ ലിസ്റ്റ്, കടച്ചീട്ട്. അത് കർത്താവ് എന്ത് ചെയ്യുമെന്നോ നിങ്ങൾ അനുതാപത്തോടെയാണ് ഏറ്റു പറഞ്ഞതെങ്കിൽ ആ കടച്ചീട്ട് കർത്താവ് കീറിക്കളയും. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ആ കടച്ചീട്ട് ഇപ്പോൾ നിങ്ങൾ അനുതാപത്തോടെ വന്ന് കർത്താവിനോട് ഏറ്റു പറയുമെങ്കിൽ എല്ലാം കീറിക്കളയും. കടച്ചീട്ട് കർത്താവ് കുരിശിന്മേൽ തറയ്ക്കും. യേശുക്രിസ്തു കുരിശിൽ തറച്ച് യേശുക്രിസ്തു വധിക്കപ്പെട്ടതുപോലെ ഈ എൻ്റെ പാപങ്ങൾ, എൻ്റെ കടങ്ങൾ, എൻ്റെ തെറ്റുകൾ എല്ലാം ആ ലിസ്റ്റ് കർത്താവ് എടുത്ത് അവിടെ ക്രൂശിൽ തറച്ചിട്ട് എനിക്ക് മോചനം തരും. അപ്പോൾ പിന്നെ ഓർമ്മയുടെ പുസ്തകത്തിൽ അതൊന്നും കാണുകയില്ല, പാവങ്ങളൊന്നും കാണുകയില്ല, എല്ലാം ക്ഷമിച്ച് കിട്ടി. നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, ന്യായവിസ്താര സ്ഥലത്ത് ചെല്ലുമ്പോൾ
പുസ്തകം തുറക്കുമ്പോൾ ഒരു തെറ്റും കാണാനില്ല. ജീവൻ്റെ പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ പേരവിടെ കാണും. ഭാഗ്യം. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിലേക്ക് തള്ളിയിടും. ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണം. സഹോദരങ്ങളെ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? എല്ലാം അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇതൊക്കെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു. ഞാൻ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുന്ന മനുഷ്യനാണ്. ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവത്തിന് മുഖോഷമില്ലല്ലോ. ഞാൻ ചിലപ്പോൾ കർത്താവിനോട് പറയും, രഹസ്യമായി പറയും, തനിയായിരുന്നു പറയും, കർത്താവേ, ഞാൻ ഈ ജനത്തോട് ഇതെല്ലാം പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരകൃത്യമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലജ്ജിതനായി പോകുമല്ലോ, ഞാൻ പുറത്തായി പോകുമല്ലോ, ഞാൻ കോട്ടന് പുറത്തായി പോകുമല്ലോ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാനിതെല്ലാം പറഞ്ഞിട്ട് ജനത്തെ ഉപദേശിച്ചിട്ട് ഏതെങ്കിലും അകൃത്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ അഗതിയായി ഞാൻ വെളിയിൽ പോകുമല്ലോ. കർത്താവേ, അതുകൊണ്ട് എൻ്റെ പേരിലുള്ള അകൃത്യങ്ങളെല്ലാം നീ മായ്ച്ചു തരണമേ. എന്നെ നീ ഒരു പൂർണ്ണ വിശുദ്ധനാക്കി തീർക്കണമേ. പൂർണ്ണമായ വിശുദ്ധിയുടെ അനുഭവിക്ക് തരണമേ. കറകളെല്ലാം കഴുകണമേ. അറിഞ്ഞും അറിയാതെയും പോന്നു പോയ പാവങ്ങൾ എല്ലാം ക്ഷമിക്കണമേ. നിൻ്റെ കുരിശിലെത്തിയ രക്തം എല്ലാ പാവങ്ങളെയും കഴുകുമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ കുരിശിൽ ചൊരിഞ്ഞ രക്തം എനിക്ക് വേണ്ടിയാണല്ലോ, എൻ്റെ പാവം കഴുകാനാണല്ലോ. നിൻ്റെ മാറിൽ കുന്തം കൊണ്ട് കുത്തേറ്റതും നിൻ്റെ കൈകളും കാലുകളും തുളയ്ക്കപ്പെട്ടതും കർത്താവേ, നിൻ്റെ മുഖത്ത് തുപ്പലേറ്റതും കന്നത്തടിയേറ്റതും ശിരസിൽ മുൾമുടിയേറ്റതും കർത്താവേ, അവർ ചാട്ടവാറ് കൊണ്ട് നിന്നെ ആഞ്ഞാഞ്ഞടിച്ചപ്പോൾ ആ പ്രഹരമെല്ലാം ഏറ്റ നിൻ്റെ പുറംചാലുകൾ നിൻ്റെ പുറമെല്ലാം കീറി പിളർന്നതും എല്ലാം ഞാൻ ഏൽക്കേണ്ട ശിക്ഷയായിരുന്നല്ലോ. കർത്താവേ, ഞാനാണ് ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നത്. നീയോ നിരപരാധി, നിഷ്കളങ്കൻ, നീ പാവമില്ലാത്തവൻ, എനിക്ക് വേണ്ടി നീ ഇതെല്ലാം സഹിച്ചല്ലോ. അതുകൊണ്ട് കർത്താവേ, ഇപ്പോൾ അവിടുത്തെ മഹത്വമേറിയ സന്നിധാനത്തിൽ വന്ന് എളിമയോടെ യാചിക്കുന്നു. നാഥ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഈ അശുദ്ധമായ ഹൃദയത്തിൽ വാഴണമേ. നീ കുരിശിന്മേൽ കിടന്ന് റോമൻ സർക്കാർ ഒരുക്കിയ ആ 2 മരക്കഷണത്തിന്മേൽ കടന്ന് നീ അവസാനമായി ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. നീ വസിക്കേണ്ടത് ഇവിടെ മനുഷ്യൻ്റെ ഒച്ച ഹൃദയത്തിലാണ്. ഈ ഹൃദയത്തിൽ നീ വസിക്കാൻ എന്നെ ഞാനിതാ നിനക്ക് തരുന്നു. കർത്താവേ, എഴുന്നള്ളി വരണമേ. ഈ പാവിയായ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് യേശുനാഥ, നീ എഴുന്നള്ളി വരണമേ. ഞാൻ ന്യായവിസ്താരത്തിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി കടന്നു പോകുന്നതിന് മുൻപ്, കർത്താവേ, രണ്ടാമത്തെ വരവിന് മുൻപ് എൻ്റെ യേശുവെ, ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ജീവിതത്തിലെ പാവങ്ങളെല്ലാം മാറ്റി എനിക്ക് ആശ്വാസം തരണമേ. അനേക ഊരാക്കുരുക്കൾ ഞാൻ പെട്ടിരിക്കുകയാണ്. ഞാൻ വിടർത്തിയിട്ടും പോകാത്ത കുരുക്കുകളാണ്. അഴിച്ചിട്ടും പോകാത്ത അഴിയാക്കുരുക്കുകളാണ്. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇതെല്ലാം ഈ കുരുക്കെല്ലാം അഴിച്ച് എനിക്കൊരു മോചനം തരണമേ. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, ഉള്ളിൽ സംതൃപ്തിയില്ല, എന്തിലൊക്കെ ഒരു അസംതൃപ്തിയാണ്, ആകെ ഒരു ആധിയാണ്. കർത്താവേ, എനിക്ക് ഒരു ശാശ്വത ശാന്തി തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കും. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അവൻ നിങ്ങളുടെ അരികത്ത് നിന്നുകൊണ്ട് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയാണ്. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക. കർത്താവ് നിങ്ങളൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ പൈസ കർത്താവ് ചോദിക്കുന്നില്ല. പൈസ കർത്താവ് സംഭാവന ചോദിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളും സംഭാവന ചോദിക്കുകയില്ല, ഞങ്ങളും പൈസ സമാഹരിക്കുകയില്ല. സുവിശേഷ ഇത് ഞങ്ങൾ പൈസ ഉണ്ടാക്കുകയില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ സഭ മാറ്റുകയില്ല, സഭ മാറുകയില്ല. ഞങ്ങൾ സമുദായം മാറ്റുകയില്ല, സമുദായം മാറുകയില്ല. ഞങ്ങൾ മതപരിവർത്തനം പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാലോ ഞങ്ങൾ മനപരിവർത്തനം ആഗ്രഹിക്കുന്നു. മതപരിവർത്തനമല്ല, മനപരിവർത്തനം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരും യേശുവിൻ്റെ അരികിലേക്ക് വരുമോ? യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമോ? യേശുവിൻ്റെ അരികിലേക്ക് വന്ന് ഹൃദയം താഴ്ത്തുമോ യേശുവിനോട്? യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു അടിമയായി ജീവിക്കും. എൻ്റെ നാഥ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. പാഴും ശൂന്യമായി ഈ മരുപ്പറമ്പിലേക്ക്, പാഴ്ശൂന്യമായി നനവിൻ്റെ കിനിവില്ലാത്ത ഈ എൻ്റെ ഹൃദയത്തിലേക്ക്, ആർദ്രതയില്ലാത്ത എൻ്റെ ഹൃദയത്തിലേക്ക്, ഈ ദുഷ്ടഹൃദയത്തിലേക്ക്, കോപക്രാന്തമായ ഹൃദയത്തിലേക്ക്, മദ്യപാനാസക്തി കൊണ്ട ഹൃദയത്തിലേക്ക്, എൻ്റെ കർത്താവേ, അശുദ്ധി നടമാടുന്ന ഹൃദയത്തിലേക്ക് ഉടയവനെ നീ എഴുന്നള്ളി വരിക. എൻ്റെ കർത്താവേ, തിന്മകളേറെ വന്നുപോയ ജീവിതമാണ് ഈ ഹൃദയം. അശുദ്ധി പറ്റിപ്പോയ ജീവിതമാണ് ഈ ഹൃദയം. അഴുക്കായി പോയ ജീവിതമാണ്. ഉടയവനെ നീ എഴുന്നള്ളി വരിക. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ നിങ്ങൾ എതിരേൽക്കുക. കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ പാത നിരപ്പാക്കുകയും കർത്താവിൻ്റെ വഴി നിങ്ങൾ ഒരുക്കുക.
അവൻ്റെ പാത നിങ്ങൾ നിരപ്പാക്കുക. യേശു ഇതാ വരുന്നു. അവൻ നടന്നു വരുമ്പോൾ വഴിയിൽ കുഴി കാണരുത്, അവിടെ മുള്ള് കാണരുത്, അവിടെ കല്ലുകൾ കാണരുത്, എല്ലാം പെറുക്കി മാറ്റിക്കൊള്ളുക. യേശു നടന്നു വരാൻ, ഹൃദയത്തിലേക്ക് നടന്നു വരാൻ കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. ഹല്ലേലൂയ. ഈ അന്തിമകാലത്ത് പാത നിരപ്പാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വഴി നികത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുവിന് വേണ്ടി ഹൃദയം തുറക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് യേശുവിനോട് പറയാം, യേശുവേ എൻ്റെ നാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. യേശുവിനോട് നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞു തരാം, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. എൻ്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ സാത്താനെ ഉപേക്ഷിച്ച് യേശുവയെ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന സ്വർഗീയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗം ഞങ്ങൾ നേരെ തുറന്നിരിക്കുന്നതിന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേകം പേർക്ക് കുറ്റബോധം തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. പാവബോധം തന്ന അനേകം ഉണർത്തുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ന്യായവിധിയിലേക്ക് പോകാതെ, ന്യായവിസ്താര ദിവസത്തിൽ ഞങ്ങൾ ലജ്ജിച്ചു പോകാതെ ഇന്ന് ഞങ്ങളുടെ പാവങ്ങളെല്ലാം പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. അവിടുന്ന് രണ്ടാമത് വരുമ്പോൾ മിശിഹ നിരായത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെക്കൂടി നീ ഓർത്തുകൊള്ളണമേ നിങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് വന്നിരിക്കുന്ന ജനത്തെ എല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് സമാധാനമുള്ളവരാക്കി, ആശ്വാസമുള്ളവരാക്കി പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.